നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയോട് ചോദ്യങ്ങൾ ഉയർത്തി മുൻ DGPയും BJP നേതാവുമായ ആർ ശ്രീലേഖ. ഫേസ്ബുക്കിലൂടെയാണ് വിവാദ പ്രതികരണം. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വമ്പന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ പരാതി എന്നാണ് ചോദ്യം. ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല? ഇപ്പോൾ എന്തിനാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്? പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനും മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുമുള്ള അവസരത്തിനുമാണോ എന്നുമാണ് ചോദ്യം. ശ്രീലേഖയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല? ഇപ്പോൾ എന്തിന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി? പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനാണോ? അതോ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ വമ്പന്മാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ എന്നുമാണ് ശ്രീലേഖയുടെ കുറിപ്പ്. മുമ്പും സമാനമായ കേസുകളിൽ ശ്രീലേഖ ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി കൂടിയാണ് ആർ ശ്രീലേഖ. രാഹുലിനെതിരെ BJP പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് ശ്രീലേഖയുടെ വിവാദ പരാമർശം. അതേസമയം സംഭവം വിവാദമായതോടെ ശ്രീലേഖ പോസ്റ്റിൽ എഡിറ്റ് വരുത്തിയിട്ടുണ്ട്. ഞാനൊരമ്മയാണ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഇരകളെ സംരക്ഷിക്കുക എന്നതിൽ കാലതാമസമോ വീഴ്ച വരാൻ പാടില്ല എന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെന്നാണ് പുതുതായി കൂട്ടിച്ചേർത്തത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണമെന്നും രാഹുലിനെതിരായ പരാതി അതീവ ഗൗരവമുള്ളതാണെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. അന്തസ്സുണ്ടെങ്കിൽ രാഹുലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവേ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പരാതി കൊടുക്കാൻ മടിച്ച പലരുടെയും കഥ ആഭ്യന്തര വകുപ്പിനറിയാം. ആ പെൺകുട്ടിയുടെ കൂടി മൊഴിയെടുക്കണം. രാഹുലിനെതിരെ പല പരാതികളും VD സതീശിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഒരു നിമിഷം പോലും നിയമസഭാ സാമാജികനായി തുടരാൻ അയാൾക്ക് അർഹതയില്ല. ഇങ്ങനെ ഒരാളെ വെച്ചിട്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രാഹുൽ രാജിവെക്കുക തന്നെ വേണമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ശ്രീലേഖയുടെ വ്യത്യസ്ത അഭിപ്രായം. ലൈംഗിക ചൂഷണ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായത്. DYFI BJP പ്രവർത്തകരാണ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. DYFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഓഫീസിന് മുമ്പിൽ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അതേസമയം അടച്ചിട്ടിരുന്ന MLA ഓഫീസ് ഇന്ന് രാവിലെ തുറന്നിട്ടുമുണ്ട്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് MLA ഓഫീസിന് മുന്നിൽ DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി സംഘടിച്ചെത്തിയത്. തുടർന്ന് ഓഫീസിന് മുന്നിൽ റീത്ത് വെക്കുകയായിരുന്നു. വലിയ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് ചെറിയ തോതിലുള്ള ഉന്തും തള്ളുമുണ്ടായി. പിന്നാലെ BJP പ്രവർത്തകരും സ്ഥലത്തെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിത ഗർഭഛിദ്രം എന്നീ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശേഷം നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. അതിജീവിതയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ കൊച്ചിയിലെ അഭിഭാഷകരുമായി സംസാരിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ വൈകിട്ടോടെയാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ലൈംഗിക പീഡന പരാതി നൽകിയത്. ഒപ്പം ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും കൈമാറി. പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറുകയായിരുന്നു. രാഹുലിനെതിരായ ചാറ്റുകളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. രാഹുൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നതിനിടയിലാണ് ചാറ്റുകൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ഗർഭഛിദ്ര ആരോപണത്തിൽ ഇരയായ യുവതി രേഖാമൂലം പരാതി നൽകിയാൽ മാത്രം നടപടിയെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനമെടുത്തിരുന്നത്. അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തിനെതിരെയും നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരാണ് ഇപ്പോൾ നിലവിൽ പ്രതികളായിരിക്കുന്നത്. അടൂർ സ്വദേശിയായ സുഹൃത്ത് ജോബി ജോസഫിനെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഗർഭഛിദ്രത്തിന് ഗുളിക എത്തിച്ചു നൽകിയത് ഇയാളാണെന്നാണ് വിവരം. അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭഛിദ്രമാണ് രാഹുലിനെതിരെയുള്ള മുഖ്യ കുറ്റം. ഇതേ കുറ്റം തന്നെയാണ് ജോബി ജോസഫിനെതിരെയും ചുമത്തിയിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തിയെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയുണ്ടായാൽ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഗുളിക നൽകിയാണ് ഗർഭഛിദ്രം നടത്തിയത്. ഗർഭഛിദ്രത്തിനായി രാഹുലിന്റെ സുഹൃത്താണ് ഗുളിക എത്തിച്ചത്. ഗുളിക കഴിച്ചുവെന്ന് വീഡിയോ കോളിലൂടെ രാഹുൽ ഉറപ്പാക്കിയെന്നും അതിജീവിതയുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്.